റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ 5 മലയാള സിനിമകളുടെ OTT ബിസിനസ് ഡീലും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ബിസിനസ് ഡീലും എത്ര കോടിക്കാണ് വിറ്റുപോയത് എന്ന് പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് എല്ലാവരും ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ന്യൂസ് റിവ്യൂ ചാനൽ. മൊത്തം 5 സിനിമകളാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ 5ാമത്തെ സിനിമയിൽ നിന്ന് ആരംഭിക്കാം നമുക്ക്. ദിലീപിന്റെ സിനിമയാണ് 5ാമത്തെ സിനിമ, ബബ്ബബ്ബ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ സാലറീൻ്റെ അടുത്ത് പോലും വരുന്നില്ല പടത്തിന്റെ സാറ്റലൈറ്റ് OTT ബിസിനസ് ഡീല്. അത് തന്നെയാണ് കാരണം. വിറ്റുപോയത് ഓൾമോസ്റ്റ് രണ്ടും കൂടിയിട്ട് 4,80,00,000 മാത്രമായിട്ടാണ്. വളരെ മോശമായൊരു എമൗണ്ട് തന്നെയാണത്. എന്തായാലും ആർക്കും വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത് പടത്തിന്റെ കഥ കണ്ടിട്ട്. അടുത്തത് നമ്മുടെ എക്കോ സിനിമയാണ് 4ാം സ്ഥാനം. നമ്മുടെ സന്ദീപിന്റെ സിനിമ ഒരു വൻ വിജയമാണ് സിനിമ തിയേറ്ററുകളിൽ നേടിയെടുത്തത്. അതും നമ്മുടെ ആ ഒരു ഡയറക്ടറിന്റെയും റൈറ്ററിന്റെയും മികവ് തന്നെയാണ് ആ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ. എന്തായാലും പടത്തിന്റെ OTT അവകാശം നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചത്. പടത്തിന്റെ സാറ്റലൈറ്റ് നിലവിൽ നമ്പേഴ്സ് കാണുന്നില്ല. OTT എത്ര രൂപയ്ക്കാണ് വിറ്റുപോയതെന്ന് വ്യക്തമാവുന്നുണ്ട്. ഓൾമോസ്റ്റ് 6,05,00,000 നെറ്റ്ഫ്ലിക്സ് പടത്തിന്റെ OTT അവകാശം മേടിച്ചത്. എന്തായാലും നല്ലൊരു എമൗണ്ട് തന്നെയാണ് എക്കോനെ സംബന്ധിച്ചോളം. കാരണം പടം നെറ്റ്ഫ്ലിക്സിനും നല്ല ലാഭം തന്നെയാണ്. കാരണം നല്ലപോലെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. ഒരേ സമയത്ത് പല ഭാഷകളിലായിട്ട് നെറ്റ്ഫ്ലിക്സിൽ സിനിമ OTT റിലീസിന് വന്നത്. 3ാം സ്ഥാനം ഈ അടുത്ത് പുറത്തിറങ്ങിയ സർവമയം സിനിമേൻ്റെ തന്നെയാണ്. നിവിൻ പോളിയുടെ റിയ ഷിബു വർഗീസ് അഭിനയിച്ച സിനിമ. ആ പടം ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ തന്നെയാണ്. വേൾഡ് വൈഡ് 148 കോടിയുടെ അടുത്ത് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് പ്ലസ് ആയിട്ട്. സിനിമേൻ്റെ OTT ബിസിനസ് ഡീലും അതുപോലെ തന്നെ പടത്തിന്റെ സാറ്റലൈറ്റ് ബിസിനസ് ഡീലും മൊത്തത്തിൽ കംപ്ലീറ്റ് ആയത് അല്ലെങ്കിൽ വിറ്റുപോയത് 8,05,00,000 നല്ലൊരു എമൗണ്ട് തന്നെയാണ്. ജിയോ സ്റ്റാർ ആണ് പടത്തിന്റെ OTT അവകാശം മേടിച്ചത്. സാറ്റലൈറ്റ് അവകാശം നമ്മുടെ ഏഷ്യനെറ്റ് ആണ്. 2ാം സ്ഥാനം പ്രണവിന്റെ സിനിമയാണ് ഡൈസറ. പടം ഹലോവിൻ പ്രമാണിച്ചാണ് കഴിഞ്ഞ വർഷം റിലീസിന് വന്ന. സിനിമേൻ്റെ OTT അവകാശം നമ്മുടെ ഏഷ്യനെറ്റ് ആണ് സ്വന്തമാക്കിയത്, അല്ലെങ്കിൽ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചത്. ഏഷ്യനെറ്റ് ആയിരുന്നു പടത്തിന്റെ ടെലിവിഷൻ പ്രീമിയർ അവകാശം സ്വന്തമാക്കിയത്. മൊത്തം 9 കോടിക്കാണ് പടത്തിന്റെ OTT പ്ലസ് സാറ്റലൈറ്റ് വിറ്റുപോയത്. 1ാം സ്ഥാനം കളംകാവൽ സിനിമയാണ്. പടം ക്രിസ്മസ് സ്പെഷ്യലായിട്ട് മുമ്പ് റിലീസിന് വന്ന സിനിമയാണ് നമ്മുടെ മമ്മൂക്കിയുടെ കളംകാവൽ. പടം റിലീസിന് മുമ്പ് തന്നെ ആയിട്ട് പടത്തിന്റെ OTT ബിസിനസ് ഡീല് വിറ്റുപോയതാണ്. സാറ്റലൈറ്റ് നിലവിൽ വ്യക്തമല്ല ആരാ മേടിച്ചതെന്ന്. പക്ഷേ സാറ്റലൈറ്റ് ഉൾപ്പെടുത്താതെ തന്നെ പടത്തിന്റെ OTT മാത്രം 17 കോടിക്കാണ് സോണി ലിവ് സ്വന്തമാക്കിയത് പടം റിലീസിന് മുമ്പ് തന്നെയായിട്ട്. കഴിഞ്ഞ വർഷം പരിശോധിക്കുകയാണെങ്കിൽ മമ്മൂക്കിയുടെ കഴിഞ്ഞ 2 സിനിമയും റിലീസ് വന്നിട്ടുണ്ടായിരുന്നില്ല OTT. ലാസ്റ്റ് മിനിറ്റാണ് പിന്നെയും ഡൊമിനിക് തന്നെ OTT റിലീസിന് വന്നത്. ജനുവരി പുറത്തിറങ്ങിയ ഡൊമിനിക് OTT റിലീസ് ചെയ്ത് ഡിസംബർ മാസം കണ്ടായിരുന്നു ZEE5 എന്തായാലും നമ്മുടെ അതുകൊണ്ട് തന്നെ വലിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കളംകാവലിങ് എന്നെങ്ങാനും OTT റിലീസ് ചെയ്യാതിരിക്കുമോ എന്ന്. പക്ഷേ പടം റിലീസിന് മുമ്പ് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു സോണി ലിവ്. അതും 17 കോടിക്കാണ് പടത്തിന്റെ OTT അവകാശം വിറ്റുപോയത്. സിനിമ സാറ്റലൈറ്റ് ഉൾപ്പെടുത്താതെയാണ് ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ബസൂക്ക ഇപ്പോഴും ചോദ്യചിഹ്നം തന്നെയാണ്. OTT റിലീസ് ചെയ്തിട്ടില്ല. ZEE5 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. എന്തായാലും ഇനി അത് പിന്നെ ആരാണെന്ന് ആർക്കറിയാം. എന്തായാലും കാത്തിരിക്കാം നമുക്ക്. കൂടുതൽ സിനിമകളുടെ സിനിമാ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ന്യൂസ് ചാനൽ.